അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ ഇനി സീറോ ടാക്സ് ആണെന്നും അമേരിക്കൻ കർഷകർക്ക് ഇന്ത്യയിലേക്ക് ഇനി എന്തും കയറ്റി അയക്കാമെന്നുമൊക്കെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വീമ്പിളക്കിയത്. എന്നാൽ ആവേശം മൂത്ത ട്രംപ് പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ. ഇന്ത്യയുടെ വ്യാപാര അതിർത്തികൾ കർഷകർക്കായി അടഞ്ഞു തന്നെ കിടക്കും. ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് ഒരൊറ്റ കാര്യമാണ്: ഇന്ത്യയുടെ കാർഷിക ക്ഷീര മേഖലകളിൽ അമേരിക്കയ്ക്ക് ഒരു ഇളവും നൽകിയിട്ടില്ല. പാലും പാലുൽപ്പന്നങ്ങളും മറ്റ് കാർഷിക വിളകളും ഇന്ത്യയിലേക്ക് യഥേഷ്ടം ഇറക്കുമതി ചെയ്യാമെന്ന അമേരിക്കയുടെ വ്യാമോഹം നടന്നില്ല എന്ന് ചുരുക്കം. കരാർ ചർച്ചകളിൽ ഉടനീളം ഇന്ത്യ ഈ വിഷയത്തിൽ റെഡ് ലൈൻ വരച്ചിരുന്നു. അത് മറികടക്കാൻ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് സാധിച്ചിട്ടുമില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്ര കടുപിടുത്തം പിടിക്കുന്നത് എന്നറിയണ്ടേ? അമേരിക്കയിൽ കൃഷി എന്നത് വൻകിട കമ്പനികളുടെ ഒരു ബിസിനസ്സാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ജീവിതമാർഗമാണ്. നമ്മുടെ ജനസംഖ്യയുടെ പകുതിയോളം പേരും വിശ്വസിക്കുന്നത് കൃഷിയെയാണ്. ലോകത്തെ ഏറ്റവും വലിയ പാൽ ഉൽപാദകരായ ഇന്ത്യയിൽ ആ മേഖല നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളല്ല, മറിച്ച് 2 പശുക്കളെയും വളർത്തി ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ക്ഷീര കർഷകരാണ്. അമേരിക്കയുടെ വില കുറഞ്ഞ പാൽപ്പൊടിയും ചിക്കനും വളവും ഒക്കെ ഇങ്ങോട്ടൊഴുകിയാൽ തകർന്നു പോകുന്നത് ഇവരുടെ ജീവിതമാണ്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന വാശിയും ഇന്ത്യയുടെ ജയ് കിസാൻ എന്ന നിലപാടും തമ്മിലുള്ള വടംവലിയായിരുന്നു ഈ കരാർ ചർച്ചകൾ. $500 ബില്യൺ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുമെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും അതിൽ നമ്മുടെ കർഷകരെ ബാധിക്കുന്നതൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും മറ്റ് ഇളവുകൾ നൽകുമ്പോൾ ഞങ്ങളുടെ അന്നം മുട്ടിക്കുന്ന വ്യവസ്ഥകളൊന്നും തന്നെ വേണ്ട എന്ന കർശന നിലപാടിലാണ് ഇന്ത്യ സ്വീകരിച്ചത്. ചുരുക്കത്തിൽ ട്രംപ് ട്വിറ്ററിൽ കുറിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. കച്ചവടം ചെയ്യാൻ മിടുക്കനാണ് ട്രംപ്. പക്ഷേ ആ കച്ചവട തന്ത്രം ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകരുടെ മെക്കിട്ട് കയറാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യ ഉറപ്പിച്ച് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.